ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ എന്താണ് അവരുടെ മനസ്സിലുള്ളത്, ഇതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് അവർ നിങ്ങളോട് ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഫീലിങ്സ് എന്താണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾക്കുള്ള കുറച്ച് അഡ്വൈസും കൂടി തരുന്ന ഒരു സ്പ്രെഡാണിത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് വരാം. ആ ഒരു അഡ്വൈസ് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏതോ രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു. ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് പോയിട്ടുണ്ടാവില്ല. ചിലവർക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് സ്റ്റിൽ കോണ്ടാക്റ്റ് ഉണ്ടാവാം, എങ്കിലും അവരൊരു കയ്യകലം ഇട്ട് നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അതിർവരമ്പ് വയ്ക്കുന്നു, അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ എൻ്റർ ചെയ്യിപ്പിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റു ചിലർക്ക് ഇത് തീർത്തും ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ യാതൊരു പിടിയും തരാതെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഇവർക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഇവരുടെ ലൈഫിലുള്ളത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പിടി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അകൽച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതവർ മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കാം, പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിർബന്ധിതമായ സാഹചര്യം കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ മാറി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രതികരിക്കാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൺ എന്നെ ഉപേക്ഷിച്ച് പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്നേക്കുമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് പോയി കളയുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ആദ്യം നിങ്ങളുടെ മൈൻഡിലുണ്ടാവാം. ആ ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ചിന്തകളും കാര്യങ്ങളും കൊണ്ട് സ്വന്തം പ്രവൃത്തി മറന്നു പോകുന്നൊരവസ്ഥയാണ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. പലപ്പോഴും ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കയറി വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് ഒന്ന് ആസ്വദിക്കാനായിട്ട് ഒരു മിനിറ്റ് നിങ്ങൾക്ക് സമയമെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. സഡൻലി ഈ ഒരു പേഴ്സൻ്റെ കാര്യം കയറി വരുന്നുണ്ടാവാം. നിങ്ങളുടെ തലയിൽ ആകെ ഒരു ചൂട് പിടിച്ചൊരവസ്ഥയായിരിക്കാം. അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ട്രാപ്ഡ് ആണ്, അങ്ങനെ തന്നെ പറയാം. കാരണം അത്രത്തോളം നിങ്ങൾ അഡിക്റ്റാണ് ഈ ഒരു പേഴ്സണിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതുകൊണ്ട് യാതൊരു സ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ക്ഷമ പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ആകെ നമ്മൾ എന്താ പറയുക, നിൽക്കുന്നിടത്ത് കാലിൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യാതൊരു മനസ്സമാധാനവും ഇല്ലാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന റീഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും കണ്ടിട്ട് പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് കാണാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം നിങ്ങളുടെ മനസ്സിനൊരു ക്ഷമ കിട്ടുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീഡിങ് ചിലപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ നിൽക്കുന്നുണ്ടാവില്ല. അത്രത്തോളം നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഒന്നിനും കിട്ടാത്ത ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വിസിബിളായിട്ട് കാണുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണേയും ഇടയിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും അതൊരു സിറ്റുവേഷനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാറ്റർ മാത്രമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഹോൾഡ് തന്നെയായിരിക്കാം പ്രധാനമായിട്ടും ഉണ്ടാവുക. കാരണം ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സാഹചര്യങ്ങൾ മാത്രമല്ല,
അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സോ അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. അതും ഇതിനകത്തൊരു ഘടകമായിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് ഇടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് മെസ്സേജ് അയച്ച് എന്താ ഏതാന്നൊക്കെ നോക്കിയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും ഇവർ ആ ഒരു സ്പൈ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ഏതാണ് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അത് ചിലപ്പോൾ ഏത് രീതിയിലൂടെയും അവർ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവാം ഇവർ നിങ്ങളുടെ സ്റ്റേറ്റസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് കുറച്ചധികം സമയം ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചധികം സമയം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നതിനായിട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആയിരിക്കണം അവർക്ക് തരണം ചെയ്ത് പോരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ ആ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം നോക്കി നടത്തേണ്ടുന്ന ഒരാളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ കുറച്ച് സമയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള പേഴ്സൺസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങളിലേക്ക് വരാൻ, ഇപ്പോൾ എല്ലാവരുടെയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ചിലരുടെ മറ്റുള്ള തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ സിംഗിൾ, ഒരാൾ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തതിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കും നല്ല രീതിയിലുള്ള പങ്കുണ്ട്. ഒരുപക്ഷെ ഇവരുടെ എന്തെങ്കിലും ഒരു ഫൂളിഷ്നെസ് കാരണമായിരിക്കാം ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നമ്മൾ പറയില്ലേ കെയർലെസ് ആയിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇവർ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഊരിപ്പോരുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പറ്റിയ ആ ഒരു മണ്ടത്തരം തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ അതൊരു മണ്ടത്തരമാണ് എന്ന് തന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലേക്ക് വന്നൊരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ തുടങ്ങിയൊരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണ് ഏതെങ്കിലും രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവാം. ഇവരെ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അടുപ്പിക്കരുത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളതെങ്കിൽ അവർ നമ്മളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് സമ്മതിക്കാത്ത ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഇവരത് വിശ്വസിച്ചിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല. അവരുടെ കാഴ്ചപ്പാടാണ് ശരി എന്നുള്ള നിലയ്ക്കായിരിക്കാം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് തീർത്തും വേഴ്സായി പോകുന്ന ഒരു സമയത്ത് ഇവർ അത് പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ടുണ്ടാവാം. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയ ആ ഒരു തെറ്റ്, നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആയിരിക്കാം, അവർക്ക് ആ ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇടയിലേക്ക് വന്നത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു റിക്കവറി പൂർണ്ണമായിട്ടും അവർക്ക് നേടിയെടുക്കണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ, അതായത് ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ അവരിലേക്ക് വന്നു, അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളത് കൂടാതെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരുടെ ഒരു ഓർമ്മകളിൽ ട്രാപ്ഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് ഈ ഒരു പേഴ്സണും ട്രാപ്ഡ് ആയിരിക്കാം. അതായത് അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരുന്നതിന് ചില പരിമിതികളുണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇവർ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ലൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും ആ ഒരു സമയത്ത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ളൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു പേഴ്സണ് അവരിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്ത് പോരുന്നതിനായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മേ ബി ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതെങ്കിൽ ഇപ്പോൾ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഞാൻ പറഞ്ഞു തന്നവർ കേട്ടിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നല്ലോ, എത്ര നന്നായിട്ട് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ഇനിയും അങ്ങനെ തുടർന്ന് പോവേണ്ടിയിരുന്നതാണ്, എൻ്റെ വാക്ക് കേൾക്കാഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. കാരണം അത്രത്തോളം ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ വാക്കുകൾ അവർ കേട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്കായിരിക്കാം നിങ്ങളെ അവർ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു, അകന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ മാറി നിൽക്കുകയാണ് നിങ്ങളിൽ നിന്ന്, ഒരു ഗ്യാപ്പ് എടുത്ത് അവർ മാറി നിൽക്കുന്നു. ഒരു പക്ഷേ ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലായിരിക്കാം, നിങ്ങളോടൊന്നും അവർ പറയുന്നുണ്ടാവില്ല, കംപ്ലീറ്റ്ലി ഒന്നും മിണ്ടാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെന്ന് ചോദിച്ചാലും അവർ കല്ലുപോലെ ഇരിക്കുന്നുണ്ടാവാം, ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിണ്ടാനോ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കിടുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ച് മാറിപ്പോകുന്നുണ്ടാവാം. ആ ഒരു രീതിയിലാണ് ഇവിടെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇവരുടെ ഒരു മനസ്സിൽ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വികാരങ്ങളുണ്ടെന്ന് തന്നെ പറയാം. അതായത് അവർക്ക് ഒരുപാട് വിഷമമുണ്ട്, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ അവർ അനുഭവിക്കേണ്ടി വന്നതിൽ, അതായത് അവരെ തന്നെ ഒരു വിക്ടിമായിട്ട് കാണുന്നുണ്ട്, അങ്ങനെ വന്നതിൽ അവർക്കൊരു വിഷമമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും അത് വകവയ്ക്കാതെ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളോ ആണ് അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അതിലും അവർക്ക് ആ ഒരു തീർച്ചയായിട്ടും ഒരു കുറ്റബോധമുണ്ട്. പക്ഷേ അതൊന്നും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. മേ ബി ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷനിലാകാൻ പോകുന്നൊരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളോടൊന്ന് അവർ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടാവാം, നിങ്ങൾ ചിലപ്പോൾ സമ്മതിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മാത്രം കുറ്റമാണ്, നിങ്ങളുടെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അവരൊട്ടും ആഗ്രഹിച്ച ഒരു കാര്യമല്ല, അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു അകൽച്ച അവരൊട്ടും ആഗ്രഹിച്ച് മാറി നിൽക്കുന്നതുമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പാർട്ട്ണറുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റാർക്കും ആവാനായിട്ട് സാധിക്കില്ല. ആ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. രണ്ടാമതൊരു വ്യക്തിക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ളത് ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയാം, അല്ലെങ്കിൽ അവർ എത്രത്തോളം അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ നിങ്ങളുടെ എനർജി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല, നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണെ തന്നെ നിങ്ങളോട് ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സണ് പലപ്പോഴും എന്താ പറയുക, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല നിമിഷങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോയതിൽ അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്, അവർ വിഷമിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാതെ ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും ഇവർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറി വരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നത്. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ എന്തും ചെയ്യാനായിട്ട് സാധിക്കൂ, എടുപിടിയെന്നൊന്നും നടക്കില്ല എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ മാറി നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇനിയും വേഴ്സായി തീരും, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല നിങ്ങളിലേക്ക് വരാനായിട്ട്. അപ്പോൾ അവരായിട്ട് എന്തെങ്കിലും ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നമായി തീരും. അപ്പോൾ അതിനേക്കാളും ഒക്കെ നല്ലത് ഇങ്ങനെ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് തന്നെയാണ് അവർ കരുതിയിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അവരുടെ മനസ്സിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പോയിക്കോട്ടെ, ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവരെ തന്നെ ഒരു വിക്റ്റിമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അവർ ആ വിക്റ്റിമായിട്ടാണ് കാണുന്നത്. ഇൻ ദ സെൻസ് അവർ തന്നെ വിചാരിക്കുന്നത് ഞാനാണല്ലോ ഇവിടെ കിടന്ന് ക്രൂശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ വേദനിക്കുന്നത് പോലെ ആരും വേദനിക്കുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നിങ്ങളാണ്.
നിങ്ങളാണ് ഇതിനകത്ത് നേറി കഴിയുന്നത് എന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു വിക്ടിം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ ഒരു സമാധാനം വേണം. അവർക്ക് പല കാര്യങ്ങളും ക്ലിയർ ആവാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് പല കാര്യങ്ങളും അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയും തീർച്ചയായിട്ടും കണ്ടീഷൻസൊക്കെ വെക്കുന്ന ആളായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് വരുന്നതിന് അവർ വിലക്കുന്നുണ്ടാവാം. പല കാര്യങ്ങളും ഇവരെ കൊണ്ട് നിർബന്ധപൂർവ്വം സമ്മതിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാം കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആകെ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്താഗതികളാണ്. അവർക്ക് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ ഇവിടെ സ്പൈ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരിക്കലും അവരിത് വിട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് മൗനമായിട്ടിരിക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊസീഡ് ചെയ്യാതെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് നല്ലത് എന്നാണ് അവരുടെ ഒരു ചിന്താഗതി. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ളൊരു സഫറിങ്സും അവർ ഒരുപാടായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് പോലുള്ളൊരു കാര്യങ്ങളൊക്കെ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരുക എന്ന് പറയുന്നത് കുറച്ചധികം മാനസിക ബലം വേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇവർ വെറുതെ ഒന്നും ഇരിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നടപ്പിലാക്കണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ജസ്റ്റിസ് കിട്ടേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ആ ഒരു ജസ്റ്റിസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ അവരുടെ ഒരു ഹോൾഡും ഒക്കെ അറിയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്, ആ ഒരു കാരണമാണ് ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, പെട്ടെന്നൊന്നും ഇത് ഊരിപ്പോരാൻ കഴിയില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ആ ഒരു പേഴ്സൺ വരാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് അഡ്വൈസും കൂടി വന്നിട്ടുള്ളൊരു സ്പ്രെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്. കാരണം ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ആ ഒരു മിറാക്കിൾ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മിറാക്കിൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഡ്വൈസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു പേഴ്സണെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, ഇങ്ങനെയുള്ള ഈ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു അഡ്വൈസ്. എങ്കിൽ മാത്രമേ നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം എപ്പോഴും നിങ്ങളിത് ഫോക്കസ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഓർക്കാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പൂർണ്ണമായിട്ട് മറന്നു പോകണം, അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കണം നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുക. നമ്മൾ ഈ ഒരു പേഴ്സണെ ഓർക്കുന്നതിനോ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് നമ്മളെല്ലാം മറന്ന് ഇതിനകത്ത് തന്നെ ഇൻവോൾവ് ചെയ്തിരിക്കരുത് എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു ഡ്യൂട്ടീസ് എന്താണോ, എല്ലാവർക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഡ്യൂട്ടീസ് ഉണ്ടാവും. ഫാമിലിയിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലായിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും അതിനായിരിക്കണം നമ്മൾ ആ ഒരു പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സാധാരണ പോലെ ചിന്തിച്ച്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. പക്ഷെ ഒരിക്കലും നിങ്ങൾക്കിപ്പോൾ മനസ്സിന് ഒരു ഭാരമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭാരമുണ്ട്, തലയ്ക്കകത്ത് ആകെ ഒരു പെരുപ്പ് തോന്നുന്നുണ്ട്, ഊണിനും ഉറക്കത്തിനും ഒന്നും വയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ, ഒരു സന്തോഷം ഉണ്ടായാൽ പോലും അത് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി വരിക, നിങ്ങളായിട്ട് ചേഞ്ച് ചെയ്ത് വരിക എന്നുള്ളതാണ് ഈ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പേഴ്സണും ഒരു ലക്ഷ്യമുണ്ട്, അവരും ഇതിനകത്ത് നിന്ന് പുറത്ത് കടക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനും ഒക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്കും ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളും കൂടി അവരെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഇനിയിപ്പോൾ തേർഡ് പാർട്ടീനെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെയും ഈ ഒരു പേഴ്സണും കൂടി കണക്ട് ചെയ്ത് ചിന്തിച്ച് ഒന്നും കൂടി അവരെ തമ്മിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഒരു മാനസികമായിട്ടുള്ള ആ ഒരു സമ്മർദ്ദം കൂട്ടാനോ നിൽക്കരുത്. കാരണം നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ഒരു എനർജി നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു എനർജി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും.
അപ്പോൾ അതിനായിട്ട് നമ്മൾ നിൽക്കാതെ നമ്മൾ നമ്മളുടെ കാര്യത്തിലേക്ക് പോവുക. എങ്കിൽ മാത്രമേ ഈ ഒരു പേഴ്സണ് അവരുടെ ഒരു ഉദ്ദേശം എന്താണ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു ഫോക്കസ് ഈ ഒരു പേഴ്സണ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഞാനിവിടെ പറഞ്ഞ പോലെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എനർജി റിലീസ് ചെയ്ത് കളയാം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു റീയൂണിയൻ വരണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളും കൂടി മാറേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എനർജിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ വളരെ നോർമലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഓക്കെ, വളരെ നല്ലത്. അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു മിറാക്കിൾ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഇവിടെ അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കില്ല ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സാഹചര്യമൊക്കെ നിങ്ങളായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. വളരെ നോർമലൈസായിട്ട് പെരുമാറുക. ആ ഒരു രീതിയിലേക്ക് ലൈഫ് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ പോലെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. കാരണം അത്രത്തോളം വിസിബിളായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.